ഡോക്കിംഗ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഇതാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഹാർമണി പോർട്ടുമായി ഇപ്പോൾ കൂടിച്ചേരുകയാണ്. ചരിത്രപരമായ യാത്രയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം കൂടി. അങ്ങനെ ബഹിരാകാശ നിലയത്തിലേക്ക് മറ്റൊരു ഭാരതീയൻ കൂടി, ശുഭാംശു ശുക്ല കൂടി കാലെടുത്തു വയ്ക്കാനുള്ള നിമിഷങ്ങളാണ്. വളരെ കുറച്ച് മീറ്ററുകൾ മാത്രം അല്ലെങ്കിൽ തൊട്ടടുത്തെത്തി നിൽക്കുന്നു. ബഹിരാകാശ നിലയത്തിനോട് ചേർന്ന് നിൽക്കുകയാണ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ. ദൃശ്യങ്ങളിലേക്ക് ഡോക്കിംഗ് നടപടികൾ കൂടിച്ചേരുകയാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ പോർട്ടുമായി ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഘടിപ്പിക്കപ്പെടുകയാണ്. 4:02 സമയം 4:02 421 കിലോമീറ്റർ ഉയരത്തിൽ, ഭൂമിയിൽ നിന്ന് 421 കിലോമീറ്റർ ഉയരത്തിൽ ISS-ഉമായി ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഘടിപ്പിക്കപ്പെടുകയാണ്. 26,490 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് 421 കിലോമീറ്റർ ഉയരത്തിൽ പസഫിക് ഓഷ്യന്റെ ഏകദേശം മുകൾ ഭാഗത്ത് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഒരു ഡോക്കിംഗ് നടക്കുന്നത്. Dragon contact and soft capture complete. Dragon capsule International Space Station. Dragon Grace and the Axiom Mission 4 crew have arrived to the International Space Station at 5:31 a.m. Central Time over the North Atlantic as the two orbiting around the Earth, connecting with the soft capture ring, and now we'll begin the ring retraction to bring the two vehicles closer together, and then the 12 hooks, the two sets of 6 will drive to form a hard nut. Docking adinte avasana ghattathilekke ettirikkunnu. And there, the soft capture ring is retracting, and then we'll do so until sensors are indicating it's time for those hooks to drive in place and give us a hard capture and firmly secure Dragon to station. And again, Axiom Mission 4 and its commander Peggy Whitson, pilot Shubhanshu Shukla of ISRO, and mission specialist Sławosz Uznański-Wiśniewski and Tibor Kapu of ESA and HUNOR have arrived to the International Space Station. Yes. With contact at 5:31 a.m. Central, 6:31 a.m. Eastern, as the two were orbiting over the North Atlantic. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ 4 മണിക്ക്, ഇന്ത്യൻ സമയം 4 മണിക്കാണ് ആ ചരിത്രപരമായ യാത്രയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിന് നമ്മൾ ഭൂമിയിൽ നിന്ന് സാക്ഷിയാകുന്നത്. അങ്ങനെ ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്നു. ഇനി 2 ആഴ്ചക്കാലം ശുഭാംശു ശുക്ല അടങ്ങുന്ന സംഘം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തുടരും.